ഹലോ, അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ്. മകളുടെ വീട്ടിലാണ് സെലിബ്രേഷൻസ് ഒക്കെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ നേരെ മേക്കപ്പ് സെക്ഷനിൽ കയറി. സാറ്റർഡേ ആയിരുന്നു ശരിക്കും ബർത്ത്ഡേ. സാറ്റർഡേ ഇവിടെ ശബാത്താണ്, അതായത് 6 ദിവസം പണിയെടുത്തിട്ട് 7ാമത്തെ ദിവസം വെറുതെ ഇരിക്കുന്ന പരിപാടി. നമ്മുടെ നാട്ടിലെ സൺഡേ പോലെ, പക്ഷെ ഇവിടെയുള്ള വ്യത്യാസം ഇവർ ഫുഡ് ഉണ്ടാക്കില്ല, കുളിക്കില്ല, ചിലർ ഫോൺ പോലും ഉപയോഗിക്കില്ല. അതുകൊണ്ടാവാം സെലിബ്രേഷൻ വേറെ ദിവസമാക്കിയത്. ഞാൻ ഏതായാലും റെഡിയായി. അമ്മച്ചി റെഡിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനി കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് വരാം. ഇതാണ് നമ്മുടെ പിറന്തനാൾ കുട്ടി. കണ്ടാൽ 80-85 വയസ്സൊക്കെയാണ് തോന്നുന്നതെങ്കിലും അതൊന്നും അല്ലാട്ടോ ശരിക്കുള്ള പ്രായം. ഞങ്ങൾ റെഡിയായിട്ട് കുറച്ചധികം സമയമായി. ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് ആള് വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ ചെറിയൊരു മുഷിച്ചില് പുള്ളിക്കാരിക്ക് ആയിട്ടുണ്ട്. നീണ്ട 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം അമ്മച്ചിയുടെ ഗ്രാൻഡ് സൺ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോവാണ്. ഒരു 15 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് ഇവിടുന്ന്. ഇവിടെ എത്തി. കയറി ചെല്ലുമ്പോഴേ ടേബിളിൽ നിറയെ ഫുഡ് ഐറ്റംസ് ആണ്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. മുമ്പ് ഞാനൊരു ബർത്ത്ഡേ സെലിബ്രേഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടതാണ് പാക്കറ്റ് ഐറ്റംസും നമ്മുടെ നാട്ടിലെ പഫ്സ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട്, ബൊറേക്കസ്. അതും സാലഡ്സും കൂൾ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടാവും. നമുക്ക് വിശന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കഴിക്കാം. ആരും നമ്മളെ ഗസ്റ്റ് ആയിട്ട് കണ്ട് എടുത്ത് വിളമ്പി തരുമൊന്നുമില്ല. നമുക്ക് വിശന്നാലോ ദാഹിച്ചാലോ നമ്മൾ തന്നെ പരിഹാരം കണ്ടുപിടിക്കണം. അമ്മച്ചിയുടെ ഗ്രാൻഡ് ചിൽഡ്രൻസും ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻസും ഒക്കെ എത്തി തുടങ്ങി. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ കൂടെ ഫുൾ ബിസിയുമായി. എല്ലാവരും വന്ന് വിഷ് ചെയ്തു. അതിനുശേഷം കുട്ടികളൊക്കെ ടാബോ ഫോണോ ഒക്കെ ആയിട്ട് എല്ലാവരും ബിസിയായി. മിക്ക കുട്ടികൾക്കും സ്വന്തമായിട്ട് ഒരു ഫോൺ ഉണ്ടാവും. അവരെല്ലാം ഗെയിമിൽ തന്നെയാണ് ഉണ്ടാവുക. 2 ബൊക്കയും ഒരു ഫ്ലോറൽ ക്രൗണുമാണ് അമ്മച്ചിക്ക് ഗ്രാൻഡ് ചിൽഡ്രൻസ് കൊണ്ടുവന്നത്. അതിൽ ഈ ഫ്ലോറൽ ക്രൗൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളിക്കാരി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവരുടെ ലാംഗ്വേജ് ആയ ഹീബ്രുവിലാണ് ബർത്ത്ഡേ സോങ് ഒക്കെ. ഇവരിൽ ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ്, ബർത്ത്ഡേ ആയിക്കോട്ടെ എന്തെങ്കിലും ഫങ്ഷൻസ് ആയിക്കോട്ടെ പാട്ടൊക്കെ പാടുമ്പോൾ ഭയങ്കര ആസ്വദിച്ച് അവർ പാടും. ആരും പാടാൻ അറിയില്ല എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കുന്നില്ല. ആ പാടുന്ന ടൈമിൽ അവർ കേക്ക് കട്ട് ചെയ്യില്ല. പാട്ടൊക്കെ കഴിഞ്ഞ് കേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യും. അതിനുശേഷം ആ കേക്ക് കഴിക്കുന്നത് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ആവശ്യമുള്ളവർക്ക് വന്ന് തനിയെ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പോവാം. ഇതാണ് അമ്മച്ചിയുടെ ടീം. മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെ. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും ഉണ്ടായിരുന്നു ആൾക്കാർ. ഇനി ഫുഡ് അടിക്കാൻ പോട്ടെ. ഇന്ത്യൻ ഐറ്റംസ് ആയിട്ട് സമൂസയും പൊട്ടറ്റോ ബോൾസും മാത്രമേ ഞാനിവിടെ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവരുടെ ഡിഷസ് ആണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ പോട്ടെ, ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ബൈ.